ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇല്ല ഈ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മള് കുറെ പുതിയ സാധനങ്ങൾ ഓൺലൈൻ വഴിയും നമ്മൾ പുറത്തു പോയി മേടിച്ചിട്ടില്ല, അർത്ഥം മേടിച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പിംഗ് ഹോൾ തന്നെ അങ്ങോട്ട് യൂട്യൂബിൽ ഇടാമെന്ന്. കാരണം ഇപ്പൊ എല്ലാവരും നോക്കിയാലും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണല്ലോ. ഞാൻ ബാക്ക് ടു ഷോപ്പിംഗ് ഹോൾ ചെയ്യാൻ വിചാരിച്ചു. സോ നമ്മള് ഇന്ന് ഒരു ഹോളാണ് ചെയ്യാൻ. അപ്പൊ നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാക്ക് ടു സ്കൂളിൽ നമ്മൾ എന്തൊക്കെ മേടിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ നോക്കിയാലോ എന്തൊക്കെയാണ് മേടിച്ചത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഐ തിങ്ക് ബാഗ് തുടങ്ങാം. അപ്പൊ നമ്മള് റയാന് വേണ്ടി മേടിച്ചത് ഇത് നമ്മള് ഫുള്ളും ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ഒന്നും ഓഫ്ലൈനിൽ നിന്ന് വാങ്ങുന്നില്ല, കൂടുതലും ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ റയാന് നമ്മൾ മേടിച്ചത് സ്പൈഡർമാൻ അല്ലേ? എനിക്കറിയില്ല കൈസ് നമ്മളൊന്നും കാണാറില്ലല്ലോ. അപ്പൊ അവന് മേടിച്ചത് നമ്മള് സ്പൈഡർമാന്റെ ഒരു ബാഗാണ്. അപ്പൊ നമ്മള് പിന്നെ ബോക്സും മറ്റേ ലഞ്ച് കിറ്റൊക്കെ ഇതിനുള്ളിൽ തന്നെയുണ്ട്. നമ്മള് അതായത് നമ്മള് മേടിച്ചിട്ടായിട്ട് ഇട്ടതാണ് കേട്ടോ, അല്ലാണ്ട് ഇതിനുള്ളിൽ നിന്ന് കിട്ടിയതല്ല. സോ റയാന് നമ്മളിതാ ഇതാണ് കേട്ടോ മേടിച്ചത്. ഇത് ഞാൻ കാണിച്ചിടാം. ഇവന്റെ തന്നെ നമുക്ക് ലഞ്ച് കിറ്റും ബോക്സും കൂടി കാണാം കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ നമ്മള് അതേ സംഭവത്തില് വേറൊരു ഇത് കണ്ടോ, ഇതൊക്കെ നമ്മള് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതാ ഇത് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഇതാണ് റയാൻ നമ്മള് മേടിച്ചത്. ഇത് സെപ്പറേറ്റ് ആണ്. നമ്മള് മറ്റേ പൈസ കൊടുത്തിട്ട് വേറെ പൈസ കൊടുത്തിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതിലൂടെ കിട്ടിയതല്ല. സോ നമുക്കിനി ഇതിന്റെ ബോക്സ് കൂടി കാണാം. സോ ഇവന് നമ്മൾ ഇപ്രാവശ്യം ഫുള്ളും സ്പൈഡർമാന് ബാറ്റ്മാൻ ആണോ എനിക്കറിയില്ല, ഇതൊന്നും നിങ്ങൾ പറയുന്നത് പറഞ്ഞു. അപ്പൊ അതാണ് ഫുള്ളും ഈ പ്രാവശ്യം നമ്മള് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ഫുള്ളും അവന്റെ ഫേവറേറ്റ് ആയിക്കോട്ടെ, ഫുള്ളും അവന്റെ ഇഷ്ടത്തിലാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ചുവിന് അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ നമുക്ക് ഇനി അച്ചുവിന് കണ്ടാലോ. അപ്പൊ അച്ചുവിന് വന്നിട്ട് ഈ ഒരു ക്യൂട്ട് ബാഗാണ് കേട്ടോ. നമ്മള് എന്താ പറയാ നല്ല രസമുള്ള ഈ ബാഗാണ്. നമ്മളൊക്കെ മറ്റേ ഈ ബ്രാൻഡ് ഒക്കെ ആയിരിക്കും കൊണ്ടുപോവാ, അതായത് സ്കൈ ബാഗ്സ് അങ്ങനെയുള്ള ബ്രാൻഡ് ഒക്കെ ആയിരിക്കുമല്ലോ. ഇത് അങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ള നമ്മൾ മേടിക്കാറില്ല. സോ ഈ പ്രാവശ്യം നമ്മള് എല്ലാം ഓൺലൈൻ വഴി വാങ്ങിയതുകൊണ്ട് അച്ചുവിന് ഇഷ്ടത്തിന് വാങ്ങിക്കൊടുത്താണ് ഈ ഒരു ബാഗ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിലൂടെ ഫ്രീ ഇടുന്നതാണ് ഈ ഒരു പൗച്ച്. പക്ഷെ നമ്മളെ എനിക്ക് തോന്നുന്നു മേ ബി ഇതിലൂടെ എക്സ്ട്രാ ചാർജ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ കണ്ടോ അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ അർജുൻ ഈ പ്രാവശ്യം ബാഗ് ആയിട്ട് മേടിച്ചത്. നമ്മളെ പിന്നെ ഇതിനുള്ളിൽ തന്നെ എല്ലാം പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണത്. അപ്പൊ നമ്മളെ പിന്നെ സംഭവം വന്നിട്ട് കണ്ടോളാം. അർജുൻ ഇത് സെപ്പറേറ്റ്, ഇത് നമ്മൾ രണ്ടും കൂടിയിട്ട് ഒപ്പം കോംബോ വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇത് അർജുന ലഞ്ച് കിറ്റ്, പിന്നെ ഇത് ബാഗ്, പിന്നെ നമ്മള് ഇതിന്റെ കോംബോ ആയിട്ട് ഇതുമാണ് മേടിച്ചിരിക്കുന്നത്. ഇതിന് മാച്ച് ആയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഓൺലൈനിൽ ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മള് നോക്കിയപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. അപ്പൊ നമ്മൾ അതിനുള്ള കോംബോ ആയിട്ട് ഇത് മേടിച്ചു. ആക്ച്വലി ഇതിന് ഇതാണ് ഭംഗിയെങ്കിൽ പോലും നമ്മള് വന്നിട്ട് അവന്റെ ബോക്സ് ഈ ടൈപ്പാണ്. അപ്പൊ നമ്മളെ ഇതും ഈ ടൈപ്പ് ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ വേണ്ടാലോ എന്നിട്ട് രണ്ടും അതും ഒരുപോലെ എടുത്തു. അച്ചുവിന് ഇതും യാതൊരു ഇത് അച്ചുമില്ല, എന്നാലും നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് അച്ചുവിന്റെ ബോക്സ് ഉണ്ട്. ഇത് നമ്മള് ചുമ്മാ മേടിച്ചാണെന്നേ ഉള്ളൂ, അതായത് ഇതിനോട് കിട്ടിയതാണെന്നേ ഉള്ളൂ. നമ്മള് പൗച്ച് അല്ല, ബോക്സ് അല്ലേ, ബോക്സ് നമ്മള് സെപ്പറേറ്റ് മേടിച്ചിരിക്കാണോ കേട്ടോ. അച്ചുവിന്റെ ബോക്സ് പിങ്ക് ആണ് ഗൈസ്. എനിക്ക് ഈ ഒരു കാർട്ടൂണിന്റെ പേര് അറിയുന്നവരാണെങ്കിൽ ഈ ഒരു കാർട്ടൂണിന്റെ പേര് താഴെ കമന്റ് ചെയ്യാം. ഇത് വന്നിട്ട് ഒരു വയലറ്റും പിങ്കും വരുന്ന ഒരു ഇതാണ്. റയാന്റെ വന്നിട്ട് ബ്ലൂവും ഐ തിങ്ക് അങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സെറ്റ് നമ്മള് ഇതോടുകൂടി കഴിഞ്ഞു. വാട്ടർ ബോട്ടിലും ലഞ്ച് കിറ്റ് അതൊന്നും മേടിച്ചില്ല, കാരണം അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സ് ഒന്നും മേടിക്കേണ്ടി വന്നില്ല, അതൊക്കെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല. ഇനി നമുക്ക് എന്റെ കാണാം. എന്റെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെയാണ് ഞാൻ സ്കൂൾ ബാഗ് കൊണ്ടുവന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇടയിൽ എന്റെ ബാഗ് പൊട്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ആയപ്പോ ഒരു സ്കൈ ബാഗ്
ബാഗ് മേടിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും കുറെ പേര്. അപ്പൊ അതാണ് നമ്മള് ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. നമുക്ക് ഇനി കുറച്ച് അല്ലറ ചില സാധനങ്ങൾ കാണാം. സോ നമ്മൾ കുറെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്ത് പെറുക്കി വെക്കാൻ പറയില്ല, അതുകൊണ്ട് ഇവിടെ നമുക്ക് തിരികെ വെച്ചിരിക്കാം ഗൈസ്. പിന്നെ നമ്മള് കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ സ്കൂളിൽ പോയി ബുക്ക് മേടിക്കണേ. സോ ഈ പ്രാവശ്യം എനിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അധികമൊന്നും മേടിച്ചിട്ടില്ലാന്ന്. സോ ഈ പ്രാവശ്യം എനിക്ക് കുട മേടിച്ചു. കാരണം ഞാൻ ബസ് കയറി പോകുന്നതുകൊണ്ട് എനിക്ക് കുട അത്യാവശ്യമാണ്. എനിക്ക് കുട ഉണ്ട്, കാരണം കഴിഞ്ഞ വർഷത്തെ ഞാൻ മേടിച്ചത് പുതിയതാട്ടോ, ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് ഞാൻ ഈ പ്രാവശ്യം മേടിച്ച കുട. പിങ്ക് ആണ് കേട്ടോ. പിങ്ക് വേണ്ട കൊണ്ട് ഞാൻ ആക്ച്വലി ഒരു ഡാർക്ക് ബ്രൗൺ ആണ് എടുത്തത്. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഉണ്ടടാ ഓട്ട, എന്നിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് വേറെ മേടിച്ചിട്ട് വന്നു. അത് ചളിയാവും. സോ പിന്നെ നമ്മൾ ഒരു A4 ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു കെട്ട് മേടിച്ചു, കാരണം നമുക്ക് 3 ആൾക്കും അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരു കെട്ട് മേടിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു കെട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ, A4 ഷീറ്റ്. പിന്നെ ഞാൻ വാങ്ങിയത് കുറച്ചൊക്കെ നമ്മൾ അത്ത പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റ് പേന, ഇതിനൊരു 3 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ മദ്രസയ്ക്ക് എടുത്തു, അങ്ങനെ നമ്മൾ 2 എണ്ണം മേടിച്ചു. ഒരു പേസ്റ്റൽ കളേഴ്സ് കേട്ടോ. പിന്നെ ഞാന് വേറെ ഇതിന്റെ ഒരു 2 സെറ്റ്, അത് നമ്മള് താഴെ വെച്ചിരിക്കുകയാണ് അത് മദ്രസയ്ക്ക്. അപ്പൊ പിന്നെ പിന്നെ അതിന്റെ അല്ല, ഇത് ഡോംസിന്റെ ഒരു പേനാണ്. ഇതും ബ്ലൂ ആണ്. വന്നിട്ട് കാണിച്ചത് ഇത് ഞാൻ എനിക്ക് മേടിച്ചാണ്, എനിക്കല്ല അത്ത മേടിച്ചിട്ട് വന്നതാണ്. ഈ ഒരു പേസ്റ്റൽ സെറ്റും പിന്നെ ഈ ഒരു സെറ്റും അത്ത മേടിച്ചിട്ട് വന്നതാണ്. നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിയത് കേട്ടോ, അതുകൊണ്ട് അതിന് ലിങ്കില്ല. പിന്നെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് 3 സ്കെയില്, പിന്നെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇത് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് പിള്ളേർക്കല്ല എനിക്ക് സ്കെച്ച് മേടിച്ചാണ് കേട്ടോ. ഇവർക്ക് സ്കൂളിലേക്ക് സ്കെച്ച് കൊണ്ടാൻ പറ്റില്ല, അപ്പൊ ക്രയോൺസ് ഉണ്ടാകും. അപ്പൊ എനിക്ക് വേണ്ടി സ്കെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് അവർക്ക് 2 ആൾക്കും നമ്മള് ക്രയോൺസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് വന്നിട്ട് കാണിച്ചു ഇത് വന്നിട്ട് സ്റ്റാപ്ലർ. ഓക്കെ, പിന്നെ നമ്മള് ഒരു 3 സെറ്റ് കട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 എണ്ണം കൂടിയിട്ട് നമ്മള് തങ്കുവിന്റെ ആക്ച്വലി ബുക്ക് അട്ടിട്ടോണ്ടിരിക്കുകയാണ്, അപ്പൊ അത് വേറെ സെറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. തങ്കു പറഞ്ഞ ഇവൻ അച്ചോടെ സോദാ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആക്കിയിട്ടു. സെക്കൻഡ് റോയിലോട്ട് കിടക്കാം. അട്ട കുറെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ അട്ട നമ്മൾ ഒരു 5 എണ്ണം മേടിച്ചിട്ടുണ്ട്. കുറെ കഴിഞ്ഞു. ഞാനിപ്പോ ഈ വീഡിയോ പകുതിന്നാണ് എടുക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ ബുക്ക് അട്ടിട്ടുണ്ട്, പകുതിയും കഴിഞ്ഞു. അപ്പൊ ഈ ഒരു റോള് മാത്രം ബാക്കിയുള്ളൂ. 5 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും തമ്മിൽ ബുക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മള് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു റോള് ഒരു 5 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് വന്നിട്ട് ഫയല്, ഇത് 5 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 4 സെറ്റ് വരുന്നതാണ് നമ്മളിപ്പോ തൽക്കാലം മേടിച്ചത്. ഇതിന്റെ 5 എണ്ണം മേടിച്ചു. ഒന്ന് ഞാൻ മദ്രസയ്ക്ക് അസൈൻമെന്റ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുപയോഗിച്ചു. ഇതൊന്ന്. പിന്നെ നമ്മളൊന്ന് പിൻട്രസ്റ്റ് പോലുള്ള ഒരു വൈബ് സംഭവം കാണിച്ചു. പിന്നെ നമ്മൾ യൂണിക്കോണിന്റെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു 4 എണ്ണം മേടിച്ചിട്ടുണ്ട്. അക്കാക്ക് അത് താത്താക്ക് വേണ്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് പൗച്ചാണ്. ഇത് അത്ത മേടിച്ചതാണ്. ഞാൻ മേടിച്ചു അത്ത മേടിച്ചു കേട്ടോ. ഇതാ ഇങ്ങനത്തെ നെയ്സിൽപ്പാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ മേടിച്ചത്. ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ തന്നെ കുറെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. വേറെ ഇന്ത്യ സെറ്റ് ഞാൻ എല്ലാം ബുക്ക് അട്ടിന്നുകൊണ്ട് ആ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. മെയിൻ ആയിട്ട്
ഫെവിക്കോൾ ഗൈസ്. പിന്നെ ഞാൻ എന്താ കുറെ സാധനങ്ങളൊക്കെ സ്കെയില്, നമ്മള് അസൈൻമെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിന്റെ മേടിച്ചു. കാരണം നമ്മള് പ്ലാസ്റ്റിക്കിന്റെ അല്ല പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെ പറയാൻ തോന്നും. ആ മറ്റേ സ്കെയിൽ ഉണ്ടല്ലോ അതിന് വേണ്ടി വാങ്ങിയത്. അത് പൊട്ടി പോയി. അതുകൊണ്ട് ഈ പ്രശ്നം നമ്മള് ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. അപ്പൊ എന്താ പറയണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കുറെ പേര് കാണുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വേഗം 1K അടിക്കണം. അപ്പൊ